ഇപ്പോൾ സുജ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ബന്ധുക്കൾ കാത്തുനിൽപ്പുണ്ട്. ചേതനയേറ്റ മകനെ കാണാൻ വേണ്ടി അമ്മ എത്തിയിരിക്കുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. അതിന് പോലീസിന്റെ കൂടി സഹായമുണ്ടായി. ആലുവ MLA അൻവർ സാദത്ത് അവിടെ എത്തിയിട്ടുണ്ട്. തുള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ആ അമ്മ എത്തുമ്പോൾ. സുജയുടെ സഹോദരിയുണ്ട്, ഇളയ മകനുണ്ട്, മറ്റു ബന്ധുക്കളും ജനപ്രതിനിധികളുമുണ്ട്. അവർക്കൊപ്പം കൊല്ലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. മകനെ അവസാനമായി കാണേണ്ടി വരുന്നത് ഇങ്ങനെയൊരു അവസ്ഥയിലാണ് എന്നുള്ളത് അത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്, സങ്കടകരമാണ്. ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്ന കാര്യവുമല്ല അത്. YS അഭിനന്ദ് തുടരുന്നുണ്ട്. അഭിനന്ദ്, ഇനിയിപ്പോൾ അവർ കൊല്ലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. വളരെ വേഗം തന്നെ കൊല്ലത്തേക്ക് എത്തിച്ചേരാൻ ഒക്കെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അഭിനന്ദ്. തീർച്ചയായിട്ടും എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു വൈകലുണ്ടായിരുന്നു. ആ വൈകലൊക്കെ ആലുവ MLA അൻവർ സാദത്ത് ഇവിടെ വിമാനത്താവള അധികൃതരുമായി ഇടപെട്ടിരുന്നു. ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും കൃത്യമായി ഇടപെട്ടതിൻ്റെ വശത്തിലാണ് ഇപ്പോൾ എത്തിയത്. ഏതാണ്ട് 1 മണിയോടുകൂടി തന്നെ കൊല്ലത്തേക്ക് എത്താമെന്നാണ്. അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ അനുജ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സുജിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു അമ്മ ആണ് കാണുന്നത്. കാരണം അവർ 2 മക്കളെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അമ്മ കുവൈത്തിലേക്ക് പോകുന്നതും. തീർച്ചയായിട്ടും എത്തുമ്പോൾ മിഥുൻ ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടാകുന്നു. ചേതനേറ്റ ശരീരം കാണുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമ്മ കൊല്ലത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ദേശീയപാതയിലൂടെയായിരിക്കും പോകുക. ആലപ്പുഴ, കരുനാഗപ്പള്ളി, ചവറ വഴി വീട്ടിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് 1 മണിയോടുകൂടി തന്നെ എത്താൻ ആ സ്ഥലങ്ങളിലുള്ള ഗതാഗതക്കുരുക്കൊക്കെ പരിഹരിക്കാനുള്ള ഇടപെടൽ എത്രയും വേഗത്തിലാക്കണമെന്ന് ഇവിടെ നിന്നും SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റുള്ള ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് 1 മണിയോടുകൂടി തന്നെ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ തന്നെ അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. നമ്മളൊക്കെ ഇവിടെ എത്തുന്നതിന് മുമ്പ്, പോലീസൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 7 മണിയോടുകൂടി കുടുംബം ഇവിടെ എത്തി സുജയെ കാത്തു നിൽക്കുകയായിരുന്നു. സുജിനുമായി നമ്മൾ സംസാരിച്ചു. രാവിലെ ഭയങ്കരമായി കരയുന്നുണ്ടായിരുന്നു. പിന്നീടൊന്ന് ചിരിക്കും, പിന്നെയും കരയും. അങ്ങനെ അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങൾ നമ്മൾ കണ്ടു. ആശാപ്രവർത്തകരുമായി സംസാരിച്ചു. വളരെ ആക്റ്റീവായിട്ട് നാട്ടിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു അമ്മയും മകനുമായിരുന്നു സുജയും മിഥുനും. സുജ നേരത്തെ തൊഴിലുറപ്പ് ജോലികളിലായിരുന്നു ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. തൊഴിലുറപ്പ് ജോലികളിലൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് സുജ. അതിനുശേഷം കുറച്ചുകൂടി ജീവിതം നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുവൈത്തിലേക്ക് പോകുന്നത്. കുവൈത്തിലെത്തി ഒരു വീട്ടിലെ സഹായിക്കാൻ ഒരു സഹായിയാണ് അവിടെ എത്തുന്നത്. അതിനുശേഷം അവർ തുർക്കിയിലേക്ക് പോകുന്നു. ഒരു വിനോദസഞ്ചാരത്തിന് മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സുജിയും കൂടി തുർക്കിയിലേക്ക് പോകുന്നു. തുർക്കിയിലെത്തിയപ്പോഴാണ് മകൻ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാവുകയും മകൻ മരിക്കുകയും ചെയ്യുന്നത്. ആദ്യം വിവരം അറിയിച്ചിരുന്നില്ല. പിന്നീട് ഈ വിവരം വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള ഭയന്നുകൊണ്ടും, ഒപ്പം തന്നെ എന്തായാലും അറിയട്ടെ എന്ന രീതിയിൽ തന്നെ അച്ഛൻ തന്നെ വീഡിയോ കോളിലൂടെ കാര്യം പറയുകയായിരുന്നു. ആ സമയത്ത് തന്നെ സുജ തകർന്നു പോയിരുന്നു. പിന്നീട് പൂർണ്ണമായിട്ടും സുജയ്ക്ക് മാനസികമായിട്ടുള്ള മെൻ്റൽ സപ്പോർട്ടൊക്കെ നൽകിക്കൊണ്ട് തുർക്കിയിലെ കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയത്. ഇവിടേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയതെല്ലാം തൊഴിലുടമയാണ്. പിന്നീട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്നു. രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നത് പോലെ തന്നെ സുജിയുടെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു. സുജിയുടെ അയൽവാസിയും ബന്ധുക്കളും ഒപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ എത്തി. ആശാപ്രവർത്തകയുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു.
അവർ വളരെ അത്ര ഇനി മെച്ചപ്പെട്ട് പോകേണ്ട ഒരു കുടുംബമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് സുജി ഇവിടുന്ന് കുവൈത്തിലേക്ക് പോകുന്നത്. 7 മാസം മുൻപ് എല്ലാവരുമായിട്ടും സംസാരിച്ചതിന് ശേഷം മകന് ചില ആവശ്യങ്ങളുണ്ട്, മകന് ചില ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. രണ്ടുപേരും നന്നായിട്ട് പഠിക്കാൻ മിടുക്കരാണ്. അവർ രണ്ടുപേർക്കും കായിക രംഗത്തൊക്കെ അഭിരുചി പുലർത്തുന്നവരാണ്. ബാഡ്മിൻ്റൺ ഇഷ്ടമുള്ളതാണ്, ഫുട്ബോൾ ഇഷ്ടമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം രണ്ട് മക്കൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മിഥുൻ്റെ കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ ഈ അമ്മ ഇവിടുന്ന് പോയതിനു ശേഷം മിഥുനായിരുന്നു ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. രാവിലെ മുതൽ തന്നെ അമ്മ ഈ മകനെ, ഇളയ സഹോദരനെ വീട്ടിൽ പഠിക്കാനായിട്ട് കൊണ്ടാക്കുക, ഒപ്പം തന്നെ മറ്റേ മുത്തശ്ശിയുടെ കാര്യങ്ങൾ, അച്ഛൻ്റെ കാര്യങ്ങൾ പോലും നോക്കി നടത്തുന്നതിനകത്തൊരു പക്വതയാർന്ന ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ച ആളാണ് മിഥുൻ. അപ്പം അങ്ങനെയുള്ള മിഥുൻ്റെ ചേതനയേറ്റ ശരീരം കാണാനായിട്ടാണ് 7 മാസത്തിന് ശേഷം അമ്മ ഇവിടെ എത്തുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾക്കെ സംബന്ധിച്ചോളം വളരെ ദുഃഖമുള്ളതാണ്. അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളാണ്. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇവിടേക്ക് എത്തുമ്പോൾ പോലും ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് എത്രമാത്രം വൈകാരികമാണ് എന്നുള്ളത്. എന്തായാലും ആലുവ MLA അൻവർ സാദത്തിന്റെ കൃത്യമായി ആ സമയത്ത് ഇടപെട്ടു. കൊച്ചി എയർപോർട്ടിൽ വിവരങ്ങൾ നൽകിക്കൊണ്ട്